ഹലോ ഗൈസ്, ഇപ്പൊ ഞാൻ ഈ ലാബിൽ നിന്ന് വീട്ടിലേക്ക് എത്തിക്കണ്. അപ്പൊ നാളെ നമ്മളെ പാച്ചുവിന്റെ ബർത്ത്ഡേ ആണ്. എത്ര വയസ്സായി പാച്ചു? അല്ലോ, എത്ര വയസ്സാ എനിക്ക്? 6 വയസ്സാവാണ് നാളെ പാച്ചു. ഇങ്ങോട്ട് വയ്ക്ക, ഇങ്ങോട്ട് വയ്ക്ക. ഈ പൂച്ച എന്റെ മേത് കാക്കി അമ്മച്ചി കൊണ്ടുപോയില്ല കേട്ടോ. ഓന്റെ കയ്യിലൊരു ലൈറ്റ് ഉണ്ട്, കണ്ടോ? ആകെ റെഡ് കളർ ഉണ്ടാവണ്ടോ? പൂച്ച അതിന്റെ പിന്നാലെ ലേസറാണത്. സോറി, ഓന്റെ കയ്യിലുണ്ട് ഒരു ലേസർ ഉണ്ട്, കണ്ണ് അതിന്റെ കളറ് പോണ്. അത് കണ്ടിട്ടാണ് പൂച്ച കടന്ന് അങ്ങോട്ട് മുന്നിക്കാക്കി കൊടുക്കും മുന്നിക്ക്. അപ്പൊ ഞങ്ങള് പോയിന്നൊരു ഡ്രസ്സ് എടുക്കട്ടെ. ആ ഡ്രസ്സാണ് പാച്ചൂരി എന്റെ വകയുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ്. ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഡ്രസ്സ്? ഹാപ്പിയാണോ? അപ്പൊ ഞങ്ങള് പോയി എടുക്കട്ടെ. ഇത് ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു ഷോപ്പിംഗ് ആണ്. ഡ്രസ്സ് എടുക്കുക എന്നുള്ളത് എൻ്റെ മനസ്സിൽ തീരെ ഉണ്ടായിരുന്നില്ല. കാരണം വേറൊരു പ്ലാന് എനിക്കും കാക്കോനും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ സ്കൂൾക്ക് ബർത്ത്ഡേൻ്റെ അന്ന് കളർ ഡ്രസ്സ് ഇട്ടാണ് പോകേണ്ടത്. അപ്പോൾ അവനിപ്പോൾ അടുത്തൊന്നും ഡ്രസ്സ് എടുത്തിട്ടില്ല. അതുകൊണ്ട് എടുത്തിട്ടുണ്ട്, പക്ഷെ ഒക്കെ ഇപ്പോൾ ഒരു മോശമായിട്ടുണ്ട്. പുതിയതായിട്ടൊരു ലുക്ക് ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഒരു കൂട്ടം ഡ്രസ്സ് എടുക്കുക എന്നുള്ളതിലാണ് രാത്രി ലാബിൽ നിന്ന് വന്നിട്ട് നേരെ അവനെയും കൊണ്ട് പോണത്. അങ്ങനെ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, ഞാൻ ലാസ്റ്റ് കാണിക്കാം. അവിടെ നിന്ന് തിരിച്ചു പോന്നപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു ചായയും കടിയൊക്കെ കഴിച്ചു. അവന് ആക്ച്വലി ഞങ്ങൾ വേറൊരു വലിയ ഗിഫ്റ്റ് അവന് എടുത്തു വെച്ചിട്ടുണ്ട്. വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അത് അവൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഒരു 2-3 പ്രാവശ്യം അതിനോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊന്നും അത് വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പം എന്തായാലും ബർത്ത്ഡേ കൂടിയല്ലേ, അപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അവൻ്റെ ബർത്ത്ഡേ സർപ്രൈസ് വീഡിയോ ഞാൻ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിലിടാം. വലിയ പരിപാടിയായിട്ടൊന്നും ചെയ്യൂല, പക്ഷെ എന്നാലും അവനൊരു സന്തോഷം നമുക്കൊന്ന് കാണാം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. ഇപ്പം വരുന്നേക്ക് നമ്മൾ ഹാപ്പിനെസ് പാർക്കിൽ ഊഞ്ഞാലാടുന്നത്. ഇത് നമ്മളെ വീട്ടിലേക്ക് പോകണം, അവിടെ നിന്നുള്ള വഴിയിലുള്ളതാണ് കേട്ടോ. എന്നാ സോനു ഞാനൊന്ന് ആടട്ടെ. ഇല്ല, ഹെൽമെറ്റ് ഒന്നും ഊരിട്ടില്ലല്ലേ? പിന്നെ ഭയങ്കര ഞാൻ ഇപ്പോൾ ചിക്കനോട് വാങ്ങിയിട്ട് എനിക്ക് കിട്ടില്ല. ഓന് കാണുമ്പോൾ വാങ്ങിയോ ഓൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ ചിക്കനോട് വന്നു ഞാൻ പിന്നെ നെല്ലിക്ക് വാങ്ങി അഡ്ജസ്റ്റ് ചെയ്തു. ഇവിടെ ഒരു കുളം ഉണ്ട്, പക്ഷെ ഇപ്പോൾ ആ മസ്തിഷ്ക ജ്വരല്ലടാ അത് ഉണ്ടാകുന്നതുകൊണ്ട് അപ്പോൾ എൻ്റെ കുട്ടിൻ്റെ 6ാമത്തെ ബർത്ത്ഡേ ആണ് നാളെ. ഞങ്ങൾ രണ്ടാളാണ് എപ്പോഴും ഒരുമിച്ച് ഉണ്ടാവല്. ഈ 6 വർഷമായിട്ട് എൻ്റെ കൂടെ എപ്പോഴും ഉള്ള ഒരു സാധനമാണത്. അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. സ്കൂളിൽ മിഠായി കൊടുക്കാൻ പറ്റില്ല, എന്തെങ്കിലും ഇങ്ങനെ ഫ്രൂട്ട്സ്, നമ്മളെന്തെങ്കിലും പെൻസിലോ ബുക്കോ അങ്ങനത്തെ ഒക്കെ കൊടുക്കുക. അപ്പം അതെന്തെങ്കിലും ഇനി പോയി വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോകും അല്ലടാ. അപ്പോൾ ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് വാങ്ങിയിട്ടുള്ളത്. കുട്ടികൾക്ക് കുറച്ച് പെൻസില്, പിന്നെ കുറച്ച് ടീച്ചേഴ്സിനുള്ള പെന്നും കാര്യങ്ങളൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മളെ ദിമക്കും പാച്ചുവിന് ഡ്രസ്സ് എടുത്താൽ പിന്നെ ദിമക്കും വെറുതെ വീട്ടിലിടാൻ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം പാച്ചുവിന് ഡ്രസ്സ്. ദിമ ഇവിടെ അല്ല കേട്ടോ, ദിമ ഇനിയിപ്പോൾ വരണമെങ്കിൽ വെള്ളിയാഴ്ച ആവണം. ബാക്കി എന്തായാലും ഇപ്പോൾ ഡ്രസ്സ് ഇവിടെ നിൽക്കട്ടെ നമ്മളൊരു സന്തോഷത്തിന്. അപ്പോൾ നാളെ ഞാൻ അവന് നല്ലൊരു സർപ്രൈസ് സാധനം വാങ്ങാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം എന്താണെന്ന്. ഇതാണ് അവനെടുത്ത ഡ്രസ്സ്. ഈ വീഡിയോയിൽ അത്ര വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ എന്നാലും അവൻ്റെ ഓരോ നിമിഷങ്ങളും എടുത്തു വയ്ക്കാം എന്നുള്ളൊരിതിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഈ ഡ്രസ്സ് അവന് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ പാൻ്റ് അല്ല, അതിൻ്റെ ഒരു ലൈറ്റ് ബ്ലൂ ഒരു പാൻ്റ് ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പക്ഷെ അത് ഓന് പറ്റിയില്ല. ഓനിപ്പോൾ ഓൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അത് കേൾക്കുമ്പോൾ എനിക്കെന്തോ ഒരു ചെറിയ വിഷമമൊക്കെ. നമ്മളെ അഭിപ്രായത്തിൽ നിന്നൊക്കെ ഇപ്പോൾ സ്വന്തം അഭിപ്രായം പറയാനൊക്കെ വളർന്നു തുടങ്ങി നമ്മളെ മക്കൾ. എന്തായാലും വളരട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ്